എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഷോർട്സ് ഒന്നും ഇടാൻ സാധിച്ചില്ല കേട്ടോ. രാവിലെ ആ, ഒരു ഹോസ്പിറ്റൽ ഡ്യൂട്ടി വന്നു വിട്ടു, അതുകൊണ്ട് പോവേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഓക്കെ, ഞാൻ ഇപ്പോൾ വന്ന് കയറിയുള്ളൂ. വന്ന ഉടനെ അറ്റ്ലീസ്റ്റ് ലോങ് വീഡിയോ റെക്കോർഡ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് നോക്കാം? ഓക്കെ, എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിന് വരുന്ന ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ, കൂടെ ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങളില്ലാത്ത അവരുടെ ലൈഫിൽ ഇപ്പോൾ എന്താണ്, എങ്ങനെയാണ് അവർ ഫീൽ ചെയ്യുന്നത്? ഓക്കെ, നിങ്ങളില്ലാത്ത അവരുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അങ്ങനെ നോക്കിയാലോ, അല്ലേ? ഷോർട്ട് റീഡിംഗ് ആണ് കേട്ടോ. നിങ്ങളില്ലാത്ത നിങ്ങളുടെ പാർട്ട്ണറുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അത് നമുക്ക് നോക്കാം. ഓക്കെ, ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. അതായത് പോസിറ്റീവ് റീഡിംഗ് വന്നാലും നെഗറ്റീവ് റീഡിംഗ് വന്നാലും നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല എന്ന ബോധത്തോടെ കാണുക. ഒരുപാട് സന്തോഷിക്കുകയോ ഒരുപാട് വിഷമിക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഡിവൈനെ മനസ്സിൽ വിചാരിച്ചിട്ട് കാണുക. ഓക്കെ, തുടങ്ങാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് അറിയാൻ ആഗ്രഹിക്കുന്നു, അവർ കൂടെ ഇല്ലാത്ത അവരുടെ പാർട്ട്ണറുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വ്യൂവേഴ്സ് അറിയാൻ ആഗ്രഹിക്കുന്നു, അവർ കൂടെ ഇല്ലാത്ത സ്ഥിതിയിൽ അവരുടെ പാർട്ട്ണറുടെ ലൈഫ് ഇപ്പോൾ ഏത് നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 5 ഓഫ് സോർട്സ് കേട്ടോ. അവർ കൂടെ ഇല്ലാത്ത അവരുടെ പാർട്ട്ണറുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാർഡ്സ് അങ്ങനെ താഴേക്ക് പോയി. അപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ദ ഫൂൾ കാർഡ്സ് വീണത് എടുക്കട്ടെ കേട്ടോ. കുറേ കാർഡ്സ് ഒന്നിച്ച് വീണു, അതുകൊണ്ട് ഞാനത് തിരിച്ച് വെച്ചു. ഓക്കെ, എൻ്റെ വ്യൂവേഴ്സ് അറിയാൻ ആഗ്രഹിക്കുന്നു, അവർ കൂടെ ഇല്ലാത്ത അവരുടെ പാർട്ട്ണറുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണിച്ചു തരൂട്ടി. 5 ഓഫ് സോർട്സും ഫൂളും വീണു കേട്ടോ. എന്തെങ്കിലും എനിക്ക് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ ഞാൻ നോക്കുവേ. 2 ഓഫ് കപ്സ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, ഓക്കെ, 9 ഓഫ് സ്വാർഡ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, വീൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുണ്ടാവും കുറേയൊക്കെ. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, മൂൺ, 10 ഓഫ് പെൻറ്റക്കിൾസ്, ഓക്കെ, എംപറർ, കിങ് ഓഫ് കപ്സ്, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്ന് 3 ഓഫ് പെൻറ്റക്കിൾസ്. 5 ഓഫ് സോർട്സ് മാത്രമേ എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യണം. ക്ലാരിഫൈ 5 ഓഫ് സോർട്സ്, ക്ലാരിഫൈ 5 ഓഫ് സോർട്സ്, ക്ലാരിഫൈ 5 ഓഫ് സോർട്സ്. സ്ട്രെങ്ത്, മെയിനായിട്ട് കാണുന്നത് നിങ്ങളില്ലാത്ത ലൈഫ് അവർക്ക് ഉറക്കമില്ല, സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഓവർ തിങ്കിങ് എല്ലാത്തിൽ കൂടി അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വല്ലാത്തൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ക്ലാരിഫൈ എന്താണ് അവിടെ തടസ്സം? നമ്മുടെ 5 ഓഫ് സോർട്സ് വരാനുള്ള സാഹചര്യം ഒന്നൊന്ന് പറഞ്ഞു തരൂ. എന്താണ് ഇവിടെ 5 ഓഫ് സോർട്സ് വരാനുള്ള സാഹചര്യം? 2 ഓഫ് വാൻസ്, അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അകപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓവർ സ്ട്രെസ്ഡ് ആയിട്ട്, അതുകൊണ്ട് കൂടിയാണ് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തൽക്കാലം ഇൻക്ലൂഡ് ചെയ്യാതെ അവർ മാറി നിൽക്കുന്നത്. അവിടെ കാര്യങ്ങൾ ക്ഷമയോടെ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നവർ ചിന്തിക്കുന്നു. കൺഫ്യൂസ്ഡ് ആണ്, ഓവർ തിങ്കിങ് ആണ്, ആങ്സൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ ക്ഷമയോടെ മാത്രമേ, വെയിറ്റ് ചെയ്ത് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. അക്ഷമരായിട്ട് ഇരിക്കുകയാണ്, ഉറക്കമൊന്നുമില്ല, ഒന്നും ചിന്തിക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെ മുന്നോട്ട് പോകണോ, പുറകോട്ട് പോകണോ, ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല.
അങ്ങനെ വല്ലാതെ വിഷമിച്ച് തന്നെയാണ് അവർ ദിവസങ്ങളെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓരോ കാർഡ് ഓരോരുത്തർക്കായിരിക്കും റെസനേറ്റ് ആവുക. ഓക്കെ, എല്ലാം എല്ലാ പേർക്കും ഉള്ളതല്ല. ഓക്കെ, ഏതൊക്കെ കാർഡ് ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നോ അത് മാത്രം എടുക്കുക കേട്ടോ. വേറെ ചിലർ ഒരു കൺട്രോളും ഇല്ലാതെ ജീവിക്കുകയാണ്, വരുന്നിടത്ത് കാണാം എന്നുള്ള രീതിയിൽ. ഓക്കെ, നിങ്ങളുമായിട്ട് ഓൺ ആൻഡ് ഓഫ് ഇവർ കോണ്ടാക്റ്റിൽ ഉണ്ടായിരിക്കും. ഓരോന്നും ഓരോരുത്തരുടെ എനർജിയാണ് കേട്ടോ. ഓൺ ആൻഡ് ഓഫ് നിങ്ങളുടെ അടുത്ത് കോണ്ടാക്റ്റിൽ ഉണ്ടായിരിക്കും. അവർക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, സംസാരിക്കും. ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ലാത്ത പോലെ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഇവരുടെ നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ അടുത്തും അവർ വളരെ കൂളായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ടാവും. നിങ്ങൾക്കും നിങ്ങളുടെ തേർഡ് പാർട്ടിക്കും തന്നെ തോന്നും ഇവർ ബോധേഡ് അല്ലേ, ഒന്നിനെ പറ്റിയും ഇവർ ബോധേഡ് അല്ലേ എന്ന് തോന്നുന്ന രീതിയിൽ അത്രയും കൂളായിട്ട് അവർ കാര്യങ്ങൾ ഡീൽ ചെയ്ത്, ഒട്ടും ബോധേഡ് അല്ലാത്ത രീതിയിൽ ഡീൽ ചെയ്ത് പോകുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ സംശയമാണ് ഇവർ റിലേഷൻഷിപ്പിലൊന്നും സീരിയസ് അല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. ഇത്ര ബിന്ദാസ് എന്ന് പറയില്ല, ബിന്ദാസായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പുറമേക്ക് കാണിക്കുകയാണോ ഉള്ളിലും അത് തന്നെയാണോ ഫീലിംഗ് എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, പക്ഷെ അവർ നിങ്ങൾ നോക്കുമ്പോൾ അവർ ഫ്രണ്ട്സുമായിട്ട് കറങ്ങി നടക്കുന്നു, യാത്രകൾ പോകുന്നു, അവരുടെ ലൈഫിൽ ഹാപ്പിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. നിങ്ങളുടെ തേർഡ് പാർട്ടിയും അത് തന്നെയാണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ട്. ഓക്കെ, തേർഡ് പാർട്ടി ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. തേർഡ് പാർട്ടി ഇല്ലെങ്കിൽ അത് വിട്ടേക്കുക. ഓക്കെ, തേർഡ് പാർട്ടിക്കും നിങ്ങൾക്കും ഒരേപോലെ കൺഫ്യൂസ്ഡ് ആവുകയാണ് ഇവരെ കാണുമ്പോൾ. ഇവരെന്താ ഇങ്ങനെ എന്ന് നമുക്ക് തോന്നില്ലേ, ഇവർക്ക് സത്യത്തിൽ നമ്മളോട് ഇഷ്ടമില്ലേ, എന്താ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ഇവർ ഇത്രയും ബോധേഡല്ലാതിരിക്കുന്നല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റം ചിലരുടെയെങ്കിലും പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. വേറെ മറ്റു ചിലർ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഒന്ന് കാണാൻ, സംസാരിക്കാൻ അവർ കൊതിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഒന്നുകിൽ ദൂരെ ആയിരിക്കും, നിങ്ങൾ ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരുമിച്ച് ഒരു വീട്ടിലില്ലാന്നേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഓർക്കുന്നുണ്ട്, ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. മാരേജിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, ഇൻ റിലേഷൻ ആയിരിക്കും നിങ്ങൾ. അതുകൊണ്ട് തന്നെ 2 സ്ഥലത്തായിട്ട് ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. അവിടെ നിങ്ങൾ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടും സ്നേഹിക്കുന്നതായിട്ടും കാണണം, സംസാരിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതായിട്ടും തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. അവർ റീയൂണിയന് ശ്രമിക്കുകയും ചെയ്യും. റീയൂണിയൻ എന്ന് വെച്ചാൽ നിങ്ങൾ ദൂരെയാണ് ഇരിക്കുന്നത്, 2 വീട്ടിലാണ് ഇരിക്കുന്നത്, തമ്മിൽ കാണാനും സംസാരിക്കാനും ഒക്കെ ഇവർ ഇനിഷ്യേറ്റീവ് എടുക്കും. ഇൻ കോണ്ടാക്റ്റ് ആയിരിക്കും, മെസ്സേജസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അവിടെ വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. മറ്റു ചിലർ ഇവർ നിങ്ങൾ തമ്മിൽ വിട്ടിരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും മനസ്സ് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, കൂടുതൽ സ്വന്തം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുകയും കരിയർ, ജോലി, ഒരുപാട് ബിസി ആവാൻ ശ്രമിക്കുന്നത് പോലെ പല കാര്യങ്ങളിൽ ഏറ്റെടുത്ത് ചെയ്ത് അവർ നിങ്ങളിൽ നിന്നും അവരുടെ മനസ്സ് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം നിങ്ങളുടെ ഓർമ്മ വരുമ്പോൾ അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവർ ലിറ്ററലി സെപ്പറേറ്റഡ് ആയിരിക്കണമെന്നൊന്നുമില്ല കേട്ടോ. 2 സ്ഥലത്തായിരിക്കാം, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, നിങ്ങളെ കാണാൻ പറ്റുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആയിരിക്കും. എപ്പോഴും ഓർമ്മ വരുന്നു. അപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം, അല്ലായിരിക്കാം കേട്ടോ. 2 സിനാറിയോ അവിടെ എടുത്തോളണം. 2 സിനാറിയോയിലും തന്നെ അവർ നിങ്ങളിൽ നിന്നും മനസ്സ് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലിയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതായിട്ട്, ബിസി ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. സമയമുണ്ടെങ്കിലല്ലേ ഓർമ്മ വരൂ. ചിന്തിക്കാൻ സമയമില്ലാത്ത അത്രയും ബിസി ആയിട്ടിരിക്കാൻ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. 9 ഓഫ് സോർട്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ കേട്ടോ. ക്ലാരിഫൈ 9 ഓഫ് സോർട്സ്, ക്ലാരിഫൈ 9 ഓഫ് സോർട്സ്. ഇത് ആരുടെ എനർജിയാണ് ഡിവൈൻ? എന്താണ് അവിടെ 9 ഓഫ് സോർട്സിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മജീഷ്യൻ ഓവർ തിങ്കിങ് ആണ്, ആങ്സൈറ്റി ആണ്. രാത്രി മൊത്തം എണീറ്റിരുന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. രാത്രി മാത്രമല്ല പകലും കണ്ണ് തുറന്നു വെച്ച് ഡ്രീം ചെയ്യുക എന്ന് പറയില്ലേ, മാനിഫെസ്റ്റേഷൻസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്.
നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം, അല്ലായിരിക്കാം, ലോങ് ഡിസ്റ്റൻസിലാണ്. അതായത് ഒരുമിച്ചൊരു വീട്ടിലല്ല, മനസ്സിലായല്ലോ. നിങ്ങൾ ഇപ്പോൾ യുണൈറ്റഡ് ആയിട്ടില്ല. നമ്മൾ എല്ലാവരുടെയും കേസ് അത് തന്നെയാണ്. നിങ്ങൾ യുണൈറ്റഡ് ആയിട്ടില്ല, ഒരുമിച്ചായിട്ടില്ല, യൂണിയൻ നടന്നിട്ടില്ല. ഒന്നുകിൽ നിങ്ങൾ 2 വീട്ടിലായിട്ടായിരിക്കും, വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവില്ല, ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം, സെപ്പറേറ്റഡ് ആയിരിക്കാം. ഇത് ഏത് സിനാറിയോയിലും ഇത് പൊരുത്തപ്പെടും കേട്ടോ. ഈ കൂട്ടര് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓരോ സെറ്റ് കാർഡ്സ് ഓരോരുത്തരുടെ എനർജി ആയിരിക്കും. ഇവരെ വല്ലാത്ത സ്ട്രെസ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ മിസ്സിങ് കാരണം ഇവർക്ക് കൈയും കാലും വർക്ക് ചെയ്യാത്തൊരവസ്ഥയാണ്. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ചെയ്യുന്ന ജോലിയിൽ, പ്രാർത്ഥനയിൽ, മെഡിറ്റേഷനിൽ ഒന്നും ഇവർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. കണ്ണടച്ചാലും തുറന്നാലും നിങ്ങളുടെ മുഖമാണ് ഇവർക്ക് മനസ്സിൽ വരുന്നത്. ടോട്ടലി ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഉറങ്ങാൻ ശ്രമിച്ചാൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല, നിങ്ങളുടെ മുഖം മനസ്സിൽ വരുന്നു. അങ്ങനെ നിങ്ങളെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. സ്നേഹം കൂടിയിട്ടുള്ള ഒരവസ്ഥയാണ്. അങ്ങനെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യണം. എങ്ങനെയെങ്കിലും നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരണം എന്ന് അവർ അതിതീവ്രമായിട്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതും വളരെ സ്വീറ്റായിട്ടൊരു എനർജിയാണ്. നിങ്ങളെ ഒരുപാട് തീവ്രമായിട്ട് ഈ പേഴ്സൺ സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ഗ്രൂപ്പുകാർ, ഇത് ഒരു സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് കേട്ടോ. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് വരുന്ന അവിടെ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കും നിങ്ങളുടെ പേഴ്സണിൽ നിന്നും. അവിടെ അവരുടെ എനർജി വളരെ സ്ലോ ഡൗൺ ആവുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഒന്നിനും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, ഒന്നും ചെയ്യാനൊരു ഉത്സാഹമില്ല. ഒരിടത്ത് ചടഞ്ഞുകൂടിയിരിക്കുക എന്ന് പറയില്ലേ, ജോലി ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ട്, ഒന്നും പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ അടുത്ത് വരാനും മടി, നിങ്ങളുടെ അടുത്ത് വരാനും സാധിക്കുന്നില്ല, നിങ്ങളെ വിട്ടുപോകാനും സാധിക്കുന്നില്ല, നിങ്ങളുടെ റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനും സാധിക്കുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കുറേ പേരെങ്കിലും ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അവരവിടെ ഹാപ്പിയാണോ ചോദിച്ചാൽ അല്ല, നിങ്ങളെ വിട്ടിരിക്കുന്നതിൽ അവരും ഹാപ്പി അല്ല. പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനും മടിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഏതൊക്കെ സിനാറിയോ ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അറിയായിരിക്കും. വീൽ ഓഫ് ഫോർച്യൂൺ വെച്ച് മറ്റു ചിലർ അവർ ഉറച്ചു ചിന്തിക്കുന്നു, നിങ്ങളുടെ ഈ സിറ്റുവേഷൻ മാറി വരും, ഉറപ്പായിട്ടും അതൊരു ഗുഡ് ലക്കിലേക്ക് വരും. നിങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ചൊരു നല്ല കാലം, ഒരു പുതിയ തുടക്കം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് അവർ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു കേട്ടോ. അതിനുവേണ്ടി അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അത് നല്ലതായിട്ട് തന്നെ വരുമെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ചിലർ നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ഇൻ കമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഇവർ എടുത്ത് നോക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. വേറെ എന്താണ്, നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ കൈവശം ഉണ്ടെങ്കിൽ, ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ മിസ് ചെയ്ത് ആ ഒരു മൊമെൻറ്റ്സ് വീണ്ടും വീണ്ടും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവർക്കും നിങ്ങളോട് യഥാർത്ഥ പ്രണയം തന്നെയാണ് കേട്ടോ ഈ കൂട്ടർ. ഓക്കെ, അടുത്ത ഒരു ഗ്രൂപ്പ് ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു, ഭയങ്കരമായിട്ട് മിസ്സിങ് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഇവർ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ഫൈനൽ കമ്മിറ്റ്മെൻറ്റ് ഇതുവരെയും തന്നു കാണില്ല. ഓക്കെ, ഈ പർട്ടിക്കുലർ ഗ്രൂപ്പുകാർ ഇൻസെക്യൂരിറ്റി വരാൻ കാര്യം എന്താണ്, ഒന്നുകിൽ നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഇവർ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഫൈനലായിട്ട് തന്നിട്ടില്ല. എന്തോ ഒരു റീസൺ, ഒരു തടസ്സം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട്. ഫൈനാൻഷ്യൽ ആവട്ടെ, ഫാമിലി ആവട്ടെ, എന്തോ ഒരു തരം തടസ്സം നിങ്ങളവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ചിന്തിക്കുന്നത്, ഇവർ ഈ തടസ്സവും പറഞ്ഞിങ്ങനെ ഒരു അനിശ്ചിതമായിട്ട് നിങ്ങളെ ഹാങ്ങിങ്ങിൽ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം മനസ്സുമെടുത്തിട്ട് വിട്ടിട്ട് പോകുമോ എന്നൊരു ഭയം ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, അവരൊരു ഫൈനൽ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നില്ല, ഒരു തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അവിടെയും നിങ്ങൾ അവരെ വിട്ടിട്ട് പോകുമോ എന്നുള്ളൊരു ഭയം അവർക്ക് നല്ലപോലെ തന്നെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അവർ സിംഗിളാണ്, നിങ്ങൾ മാരീഡ് ആയിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ സ്പൗസിൻ്റെ അടുത്തേക്ക് അഫിനിറ്റി കാണിക്കുമോ, അങ്ങോട്ടൊരു ചായ്വ് കാണിക്കുമോ എന്നൊരു ഇൻസെക്യൂരിറ്റി, ഇതിലേതോ ആവാം കേട്ടോ. അങ്ങനെ ചിലർ ഫീൽ ചെയ്യുന്നുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഒരു ചിലർ, എല്ലാ പേർക്കും ഉള്ളതല്ല, ഒരു ചിലർ അവരുടെ ഫാമിലിക്ക് കൂടുതൽ പ്രിഫറൻസ് അവിടെ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു. അവരവിടെ സംതൃപ്തരാണ്, നിങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്നിരിക്കില്ല.
അവിടെ അവർക്ക് അവരുടെ ഫാമിലിയുടെ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്കത് വളരെ പ്രധാനമാണ്. ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യുക, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക, സ്നേഹിക്കുക, അവർക്ക് വേണ്ട സെക്യൂരിറ്റി കൊടുക്കുക, അതൊക്കെ അവർക്ക് അവിടെ വളരെ പ്രധാനമാണ് കേട്ടോ. അതിന് ശേഷമേ ഉള്ളൂ നിങ്ങളുടെ റിലേഷൻ എന്നുള്ള രീതിയിൽ കുറേ പേര് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവർ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇതെല്ലാവർക്കും ഉള്ളതല്ല, ആ ഒരു സിറ്റുവേഷനിലുള്ളവർക്ക് മാത്രമാണ്. എംപറർ വെച്ചിട്ട് അവരവരുടെ റെസ്പോൺസിബിലിറ്റീസിലേക്ക് കൂടുതലായിട്ടും ഫോക്കസ് ചെലുത്താൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. ഈ കൂട്ടര് കാസ്റ്റ്, കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേയധികം പ്രബലമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരായിരിക്കണം. സൊസൈറ്റി എന്ത് പറയും, അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ ഇമേജ് എന്താകും, എൻ്റെ പദവി, ഞാൻ ജോലി ചെയ്യുന്ന, ഞാൻ ഇരിക്കുന്ന പദവി അത് കോംപ്രമൈസ് ആവുമോ എന്നൊക്കെ, അതിനെക്കുറിച്ചൊക്കെ ഇവർ വളരെ ബോധേഡായിട്ട് ഇരിക്കുന്ന മനുഷ്യരായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ഇവരുടെ ഈഗോ പ്രശ്നം, ഈഗോ, നിങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കമായിരിക്കും, പക്ഷെ ഇവർക്കൊരു സോറി പറയാനൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ചിന്തിച്ച് മാറി നിൽക്കുന്നവരുണ്ട്. നിങ്ങൾ വന്ന് സോറി പറയട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇവർക്ക് ഈഗോ വിട്ടുകൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, അമ്മാതിരി ഡിഫറൻസസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ച് മിണ്ടാതിരിക്കുന്ന മനുഷ്യരും ഉണ്ട് കേട്ടോ നിങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ. ഓക്കെ, കിങ് ഓഫ് കപ്സ് വെച്ച് ചിലർ ഒരുപാട് സ്നേഹം മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഒന്നും തുറന്ന് പറഞ്ഞു കാണില്ല. അങ്ങനെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇവർ നിങ്ങളുടെ അടുത്ത് മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറയും. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ ഇഷ്ടമാണെന്നുള്ളത്. പക്ഷേ അവർ പല റീസൺസ് കൊണ്ടായിരിക്കാം സ്നേഹം പുറമേക്ക് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ല. ഒരുപാട് സ്നേഹം മനസ്സിൽ വെച്ചിട്ട് അനങ്ങാതെ ഇരിക്കുന്നതായിട്ടും കാണുന്നു. നല്ല സമയം വരട്ടെ, ഡിവൈൻ ടൈമിങ്ങിൽ ശരിയാകും എന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കുന്നതായിരിക്കാം. നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇമോഷൻസിൽ മുങ്ങിയിരിക്കുകയാണ്, പക്ഷെ യാതൊരു ആക്ഷനും എടുക്കുന്നില്ല എന്നൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്നവരും അവിടെയുണ്ട്. 3 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് കുറേ പേർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ പ്രബലമായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അവിടെ അവരുടെ പാർട്ട്ണർ കുറച്ച് കൺട്രോളിങ്, അതായത് എക്സിസ്റ്റിംഗ് പാർട്ട്ണർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവർ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലി ഉണ്ട്, ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ട്. എന്ത് തന്നെ ആയാലും ആ തേർഡ് പാർട്ടി അവിടെ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ടും ഇവരെ കൺട്രോൾ ചെയ്യുന്നതായിട്ടുമാണ് കാണുന്നത്. ഇവർക്ക് ആ തേർഡ് പാർട്ടിയെ എതിർത്ത് എന്തെങ്കിലും ചെയ്യാൻ ഭയമാണ് എന്നുള്ള സിറ്റുവേഷനിൽ അവർ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നു. സ്ട്രെസ്സും ടെൻഷനും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും, പക്ഷേ ഇവരോടുള്ള ഭയം മൂലം ഇവർ യാതൊരു ആക്ഷനും നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതായിട്ട് കാണുന്നില്ല. അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്ന. കാര്യങ്ങൾ ശരിയാകട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി എടുത്തിട്ട് ഞാൻ മെസ്സേജസ്, ഹാൻഡ് റിട്ടൺ ചാനൽ മെസ്സേജസ് കൂടി നിങ്ങൾക്ക് എടുത്തു തരാം. കാരണം ഇന്ന് ഷോർട്ട്സ് ഇടാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ റീഡിങ്ങിൽ കൂടെ നമുക്ക് അവരുടെ മെസ്സേജസും കൂടെ നോക്കാം കേട്ടോ. ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സ് ഇല്ലാത്ത അവരുടെ പേഴ്സൻ്റെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണിച്ചു തരൂ. പേജ് ഓഫ് കപ്സ്. നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റ്, ഒരു മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരു മെസ്സേജ്, കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടോ എന്നവർ വീണ്ടും വീണ്ടും എടുത്തു നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ വീണ്ടും അവർ ഫോളോ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. 2 പേജസിൻ്റെ കാർഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഫ്രണ്ട്സിനോട് ഇവർ സംസാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളെ പറ്റിയിട്ട്, എന്താണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടാവും. നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി നിങ്ങളെ റീച്ച് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും എന്നെല്ലാം കാണുന്നുണ്ട് കേട്ടോ. ക്വീൻ ഓഫ് വോൺസ്. നിങ്ങളെ പ്രതി അവർ ഹൈലി അട്രാക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഗ്രൂപ്പുകാർ, അതായത് ക്വീൻ ഓഫ് വോൺസ് വന്ന ആളുടെ എനർജി എന്ന് വെച്ചാൽ അവർ നിങ്ങളെ വളരെ ഹൈ ലെവലിലാണ് അവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അവർക്ക് നിങ്ങളെ വിട്ടു പോകാനൊന്നും സാധിക്കില്ല. തുടർച്ചയായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും റെസ്പെക്റ്റോടുകൂടി, ബഹുമാനത്തോടുകൂടി തന്നെ നിങ്ങളെ ചിന്തിക്കുന്നതായിട്ടുമാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ഒരുപക്ഷെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ പതിവായിട്ട് കാണാറുണ്ടായിരിക്കും, സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ ഒരു വലിയ ലെവലിലാണ് മനസ്സിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ സംസാരമാവട്ടെ, നിങ്ങളുടെ മുഖമാവട്ടെ,
പെരുമാറ്റ രീതികളാവട്ടെ എല്ലാം ഇവർക്ക് ഭയങ്കര ബഹുമാനവും സന്തോഷവും കൊടുക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇപ്പം നിങ്ങളെ വളരെ ഹൈ ലെവലിലാണ് ഇവർ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് തുറന്ന് പറയാനുള്ളൊരു സാഹചര്യം അവരുണ്ടാക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അവർ വന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കും ഈ കാര്യം എന്ന് കാണുന്നു. ഓക്കെ, 6 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും വളരെ ലോങ് ടേം ആയിട്ട് പരസ്പരം അറിയുന്ന ആൾക്കാരാണ്. പരസ്പരം മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ലോങ് ഡിസ്റ്റൻസും ആയിരിക്കാം ഇത്. ഈ ഗ്രൂപ്പുകാർ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ തന്നെ ചിന്തിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് ചിന്തിക്കുകയാണ്. പഴയ പിക്ചേഴ്സൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ എടുത്ത് നോക്കുന്നതായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും ആ മൊമെൻറ്റ്സ് വീണ്ടും വീണ്ടും അതിൽ കൂടി കടന്നു പോകുന്നതുമായിട്ട് കാണുന്നു. ഓക്കെ, 4 ഓഫ് കപ്സ് നിങ്ങളെ മിസ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ ആരുണ്ടോ ഇല്ലയോ, നിങ്ങളില്ലാത്തൊരു കുറവ് അവർക്ക് തീർച്ചയായിട്ടും എന്നും എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് വളരെ പ്രബലമായിട്ട്, ദ വേൾഡ് കാർഡ് ലോങ് ഡിസ്റ്റൻസ് വളരെ പ്രബലമായിട്ട് തന്നെ അവിടെ കാണുന്നു. അതായത് 6 ഓഫ് കപ്സും 4 ഓഫ് കപ്സും വരുന്നവിടെ ഒരു ലോങ് ഡിസ്റ്റൻസ് തീർച്ചയായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ചാരിയറ്റ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോ ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ഉള്ള ഒരാളായിരിക്കണം. ഈ ജോബ് സംബന്ധമായിട്ടും ആയിരിക്കാം നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളെ വന്ന് കാണണം എന്നിവർ വളരെ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ജോബ് റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുന്നത് എന്നും കാണുന്നുണ്ട് കേട്ടോ. കേസ് ബൈ കേസ് എടുത്തോളണേ. ജോബ് റിലേറ്റഡ് ഒക്കെ ആയിട്ടാണ് നിങ്ങൾ തമ്മിൽ പരിചയമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരാൾ യൂണിഫോംഡ് ജോബിലുള്ള ഒരാളും ആയിരിക്കണം. ആ പർട്ടിക്കുലർ കേസിൽ ഇവർ നിങ്ങളെ കാണാൻ വരുന്നതിനെ പറ്റിയിട്ട് വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അവർക്ക് നിങ്ങളെ കാണണം, ഒരു തീരുമാനം അറിയിക്കണം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പടി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഈ പർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ യൂണിഫോംഡ് ജോബിലാണ്, ജോബ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ്, തൽക്കാലം ലോങ് ഡിസ്റ്റൻസിലും ആയിരിക്കും എന്നുള്ള ആ ഒരു കണക്ഷൻ വരുന്ന ആൾക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, കിങ് ഓഫ് വോൺസ് ക്വീൻ ഓഫ് വോൺസും ഒന്നിച്ച് വന്നിരിക്കുകയാണ്. ഇതൊന്നുകിൽ നിങ്ങളുടെ സ്പൗസ് ആയിരിക്കണം. ഓക്കെ, സ്പൗസ് ലോങ് ഡിസ്റ്റൻസിലായിരിക്കണം, നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടും കാണുന്നു കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. സ്പൗസസ് ആണ്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്പൗസ് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ലോങ് ഡിസ്റ്റൻസ് കൊണ്ടാണോ അല്ല പ്രോപ്പർ സെപ്പറേഷൻ ആണോ, എന്ത് സിറ്റുവേഷൻ തന്നെ ആയാലും അവർ നിങ്ങൾ സ്പൗസ് ആകുമ്പോൾ ഒരുപാട് കാലമായിട്ട് ഒരുമിച്ച് ഉണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ ഇവർ ഓർക്കുന്നതായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടും തന്നെയാണ് കാണുന്നത് കേട്ടോ. ദ സൺ, നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആ നല്ല സമയം അവർ ഓർക്കുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ എത്ര പോസിറ്റിവിറ്റി ആയിരുന്നു അവർക്ക് ലൈഫിൽ ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ അവർ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഇപ്പോൾ സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരു റിയലൈസേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ അവർ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്പൗസ് ആവട്ടെ, ലവർ ആവട്ടെ, അൺഎക്സ്പ്രസ്ഡ് ലവ് ആവട്ടെ, എന്തും ആവട്ടെ, നിങ്ങളില്ലാത്ത ആ സമയത്ത് ആണ് അവർക്ക് ആ റിയലൈസേഷൻ വന്നത്. എന്ത് റിയലൈസേഷൻ? നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളില്ലാത്ത ഒരു ജീവിതം എങ്ങനെ, നിങ്ങൾ ഉണ്ടായിരുന്നപ്പോഴുള്ള ജീവിതം എങ്ങനെയെന്നുള്ളത് അവർക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇൻ റിലേഷൻഷിപ്പാണ്, ഇപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് 100% ഉറപ്പാണ് നിങ്ങളാണ് അവരുടെ ലൈഫിലെ വെളിച്ചം. അവർ നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങളില്ലാത്തൊരു ജീവിതം അവർക്ക് പറ്റില്ല എന്ന് തന്നെ അവർ ഉറച്ചൊരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നു. കേസ് ബൈ കേസ് എടുത്തോളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും പോരെ. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജസ് കൂടെ എടുത്തു തരാം കേട്ടോ. ബൗളിലുള്ള എല്ലാ മെസ്സേജസും തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ണടച്ചിട്ടാണ് എടുക്കുക, എന്നിട്ട് തുറന്ന് വായിച്ചു തരാം. ഓക്കെ, തുടങ്ങാം. ഐ ജസ്റ്റ് കാൻ ലവ് എനിവൺ എനിമോർ. നിങ്ങളല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ അവർക്ക് സാധിക്കില്ല എന്നാണ് പറയുന്നത്. മാരി മീ, ഒരു വിവാഹം കഴിക്കുമോ എന്ന് ചോദിക്കുകയാണ്. പ്ലീസ് മൂവ് ഓൺ ഇൻ യുവർ ലൈഫ്. അത് സ്പെസിഫിക് ആണ് കേട്ടോ. സ്പെസിഫിക് ആൾക്കാരുടെ മെസ്സേജാണ്. നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ അവർക്കുള്ള മെസ്സേജാണത്.
ഐ തിങ്ക് അബൌട്ട് യു ഓൾ ദ ടൈം. നിങ്ങളെ പറ്റി തന്നെ ഇവരെപ്പോഴും ചിന്തിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 7, 16, 25. അവർ ഹാർട്ട്സ് മിറർ ഈച്ച് അതർ. നിങ്ങളുടെ ഫീലിങ്സ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും തോന്നുന്നത് കേട്ടോ. യു ഇല്ലുമിനേറ്റ് മൈ വേൾഡ്, ബി മൈ ലൈറ്റ് ഓൾവേസ്. സണ്ണിൻ്റെ എനർജിയാണ് കേട്ടോ. നിങ്ങളാണ് അവരുടെ ലൈഫിലെ വെളിച്ചം. യു ആർ ഡ്രൈവിങ് മീ ക്രേസി. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അവർക്ക് വട്ട് പിടിക്കുന്നു. 2 2 എടുക്കാം. ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ. മാനസികമായിട്ട് അവർ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. കം ബാക്ക് ടു മീ പ്ലീസ്. നിങ്ങളവരെ വിട്ട് നിൽക്കുകയാണെങ്കിൽ അവരുടെ അടുത്തേക്ക് തിരിച്ച് വരുമോ എന്ന് ചോദിക്കുകയാണേ. പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ശ്രദ്ധിക്കണേ എന്ന് പറയുകയാണ് കേട്ടോ. യു ആർ സോ ബ്യൂട്ടിഫുൾ, ഐ ലോസ്റ്റ് മൈ സെൽഫ്. നിങ്ങളുടെ സൗന്ദര്യത്തിൽ അവർ മയങ്ങിപ്പോയി. നമ്പേഴ്സ് 1, 10. യു ആൻഡ് മീ ബാലൻസ്ഡ് ആൻഡ് കണക്റ്റഡ് ഇൻ ഹാർമണി. ടെമ്പറൻസിൻ്റെ എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഐ എം ഗ്രേറ്റ്ഫുൾ ദാറ്റ് യു ആർ ഇൻ മൈ ലൈഫ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഉള്ളതിന് അവർ ദൈവത്തിന് നന്ദി പറയുകയാണ്. യു ആർ സോ മിസ്റ്റീരിയസ്. നിങ്ങളുടെ മനസ്സിലാക്കാനേ അവർക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നു. 222 റീയൂണിയൻ. വാവ്, നൈസ്. ഐ എം നെവർ ഗിവിങ് അപ്പ് ഓൺ യു. നിങ്ങൾ അവരൊരിക്കലും വിട്ട് കളയില്ല എന്നാണ് പറയുന്നത് കേട്ടോ. യു ആർ മൈ ലക്കി ചാം. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് ലക്ക് കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ ലൈഫ് പോസിറ്റീവായിരുന്നു. ഐ എം നോട്ട് ഏബിൾ ടു മൂവ് ഓൺ. അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല. ത്രോട്ട് ചക്ര ബ്ലോക്ക്. നിങ്ങളുടെ പേഴ്സണൽ ഹീലിങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഐ എം ലോയൽ ടു യു, ട്രസ്റ്റ് മീ. നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ചതിക്കുന്നൊന്നുമില്ല. യഥാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹമാണെന്ന് തന്നെ അവർ പറയുന്നു. ഗുഡ് ന്യൂസ് ഈസ് കമ്മിങ്. എന്തോ ഒരു ഗുഡ് ന്യൂസ് അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഇനി ഒരു 5 കൂടെ ഞാൻ എടുക്കുവേ. ഐ വിൽ വെയിറ്റ് ഫോർ യു. അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നു. ലിബ്ര. നിങ്ങളുടെ പേഴ്സൺ ലിബ്ര, തുലാരാശിയായിരിക്കാം. ട്വിൻ ഫ്ലെയിമോ സോൾമേറ്റ്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ട്വിൻ ഫ്ലെയിംസോ സോൾമേറ്റ്സോ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് തോന്നുന്നു. ഐ വോണ്ട് ടു ഹഗ് യു ടൈറ്റ്. നിങ്ങളെ ഇറുകെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ കൊള്ളാമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. സോ സ്വീറ്റ്. തേർഡ് പാർട്ടി നോസ്. പലരുടെയും തേർഡ് പാർട്ടിക്ക് വിവരം അറിയാമെന്ന്. ഇനി കയ്യിൽ കിട്ടുന്ന എത്രയാണോ അത് ഞാൻ വായിക്കും കേട്ടോ. എന്നിട്ട് നിർത്താം. ഇത്രയും വായിക്കാം, നിർത്താം. മാരി മീ. വീണ്ടും ഐ എം വാച്ചിങ് യു ഫ്രം എഫാർ. ദൂരെ നിന്നും നിങ്ങളെ അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഡു യു ലവ് മീ. നിങ്ങളവരെ സ്നേഹിക്കുന്നുണ്ടോ? ഐ നോ ഐ സ്പോയിൽഡ് എവറിത്തിങ്. അവരാണ് എല്ലാ കുഴപ്പത്തിനും കാരണം എന്നവർ മനസ്സിലാക്കുന്നു. ഒരു ബാഡ് നോട്ടിൽ നിർത്തേണ്ട. 1 നോക്കുക. നമ്പേഴ്സ് 8, 17, 26. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് നിങ്ങൾക്കായിട്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റീഡിങ് ഇന്നത്തെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. അതേപോലെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. ദയവായി കോൺടാക്റ്റ് ചെയ്തോളുക. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.